രാവിലെ ഞാൻ നീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു എന്നറിയോ, വേഗം കുഞ്ഞാറ്റ നീക്കുമ്പോഴത്തേന് അപ്പം എന്തെങ്കിലും ചുട്ടെടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടു കേട്ടോ. പിന്നെ കുറച്ച് പച്ചരി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വെള്ളപ്പം പോലെ ഒരു എന്താ പറയുക, നമ്മൾ കുണ്ടൻ പാത്രത്തിൽ അങ്ങനെ ചീനച്ചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വന്നിട്ടാണ് അമ്മ അതാ എണീച്ചു വന്നു. അമ്മ പിന്നെ നിലത്ത് മഴയും മഞ്ഞും വീണ പിന്നെ കോട്ടൊന്നും അഴിക്കില്ല, ഷർട്ട് ഇട്ടുകൊണ്ടോടെ. പിന്നെ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ടൊക്കെ അമ്മയ്ക്ക് കാലൊക്കെ കോച്ചി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പോൾ എപ്പോഴും തന്നെ ഈ തണുപ്പ് കാരണം കാല് കോച്ചി പിടിക്കലും കയ്യും കാലും കടച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതാ ചായയൊക്കെ വെച്ചു. ചായ വെക്കുന്നതിൻ്റെ ഇടയിലാണ് മേമ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് തോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമേനോട് പറഞ്ഞു നല്ല വെള്ളമാണ്, ഇപ്പം കലക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി എടുത്തു. അപ്പം പിന്നെ ഞാൻ കുറച്ച് കുമ്പളങ്ങ ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വരുമ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉച്ചയാകുമ്പോഴേക്കും. മഴയാണെങ്കിൽ പുറത്ത് തകർത്ത് പെയ്യുക. ഇത് നമ്മുടെ കാക്കച്ചിപ്പണ്ണ കേട്ടോ. ഇത് എപ്പോഴും വരും നമ്മുടെ ഇവിടെ. എപ്പോഴും വന്ന് നമുക്ക് എന്തെങ്കിലും കൊടുത്താലേ ഇവള് പോവുള്ളൂ, അല്ലെങ്കിൽ അകത്തിങ്ങോട്ട് കയറി വരും കേട്ടോ. അങ്ങനെ ഇവള് പോവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ചായ കുടിക്കലും കഴിഞ്ഞു. നോക്കുമ്പോൾ വിറക് ഒരു ശകരല്ല തീ പിടിപ്പിക്കാൻ കേട്ടോ. ഞാൻ ഗ്യാസിലാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ മഴ ഒന്ന് തോർച്ച കിട്ടിയപ്പോഴേക്കും അമ്മ അപ്പോൾ വിറകിന്റെ ഷെഡാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ പോയിട്ട് നോക്കുമ്പോൾ ഉണക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ ഈ ചോർന്നിട്ടേ ടാർപ്പായൊക്കെ ഈ കാറ്റത്ത് പറന്നിട്ടൊക്കെ അതങ്ങനെ കീറിപ്പോയിരിക്കണം. അപ്പം അങ്ങനെ വെള്ളം അകത്തേക്ക് കടന്നിട്ടെല്ലാം നനഞ്ഞിരിക്കണു. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല. ഇനിയിപ്പോൾ കത്തിക്കാൻ വേറെ ഒന്നും ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി അമ്മ കുറച്ച് വെട്ടിക്കീറി മഴയെ തന്നെ. മഴ അപ്പം അങ്ങോട്ട് നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇനി എന്തായാലും ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും വെക്കാം, ചോറും വെക്കാം. ചിക്കൻ എന്തായാലും ഞാനിനി കുക്കറിൽ വെക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തു. വിറക് കമ്മിയായതുകൊണ്ട്. അപ്പം ഇനി അലക്കാനൊക്കെ ഉണ്ട്, കുറച്ച് അലക്കിയിടണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാന്, ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ വഴുക്കിയിട്ട് ഒരു ശകരം അങ്ങോട്ടും അങ്ങോട്ടും തെന്നിയിട്ട് നമ്മളങ്ങനെ നിലത്ത് വീഴും. അമ്മ പിന്നെ അങ്ങനെ വന്നു. അമ്മ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. ഞാൻ ആ വിറകൊക്കെ പിടിച്ചു കൊണ്ടുവന്നു. പിന്നെ അതിനിടയിൽ കുട്ടീനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജേട്ടൻ. അപ്പോൾ കുട്ടീനെ വേഗം എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് അവളെ പുറപ്പെടുവിപ്പിച്ച് കണ്ണൊക്കെ എഴുതി നിർത്തി. അപ്പം ഇനി ഏട്ടന് പണിയും ഉണ്ടായിരുന്നു, പണി മാറ്റിയിട്ട് വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാന്നാ പറഞ്ഞായിരുന്നു. അമ്മ പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു. അപ്പോഴത്തേന് ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടേ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചിക്കനാ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എന്നെന്തായാലും വിറക് കമ്മിയായതുകൊണ്ടേ അങ്ങനെ ഗ്യാസിൽ തന്നെ വെക്കാമെന്ന് തീരുമാനം അങ്ങനെയായി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കുക്കറാണ്, കുറേ കാലത്തിന് ശേഷം കേട്ടോ. കുക്കർ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ പുറത്തു കൂടെ അങ്ങനെ പോയതുകൊണ്ടൊക്കെ അങ്ങനെ ഒന്നും അതിലുണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരെണ്ണം വലുത് മേടിക്കാലോ എന്ന് വിചാരിച്ചു. ഒരെണ്ണം കഴിഞ്ഞ ദിവസം പോയിട്ട് മണ്ണാർക്കാട് പോയിട്ടാണ് മേടിച്ച്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ തോനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് തന്നെ ആകുമ്പോൾ ഇവർക്കാണെങ്കിൽ ക്ഷമയേ ഉണ്ടാവില്ല കേട്ടോ. ഇളയച്ചന്മാർക്കാണെങ്കിലും രാജേട്ടനാണെന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പം പിന്നെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് കുക്കർ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ആ കുക്കർ നമ്മൾ കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തായാലും ഒരെണ്ണം അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഈ സ്റ്റാൻഡും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം മേടിക്കാലോ എന്ന് വിചാരിച്ച് 2 കൂടിയാണ് കഴിഞ്ഞ ദിവസം പോയി മേടിച്ചിട്ട് വന്നത്. ഞാൻ അതിന്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വായുന്ന ഓരോരോ തപ്പലാണ്. ഉച്ചയാകാനായപ്പോഴത്തേനും വീണ്ടും അതേ കനമഴ, നല്ല കനമഴ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, ഏട്ടാ അതിനിടയ്ക്ക് വന്നു. ഒരു മണിയൊക്കെ ആയപ്പോൾ രാജേട്ടൻ വന്ന് കുട്ടീനെയൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടേ വീട്ടിൽ നിന്ന് ഏട്ടൻ വരുമ്പോൾ കുറച്ച് ഒരു കുമ്പളങ്ങിയും അതേപോലെ തന്നെ കുറച്ച് ചെറുകായും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചെറുകായ അമ്മ നുറുക്കി അടുപ്പത്തൊക്കെ വെച്ചു. ഞാൻ വേഗം കുക്കറിൽ ചിക്കനും ആക്കി. ചിക്കൻ അങ്ങനെ കറി വെച്ചത്. വൈകുന്നേരം പറ്റുമെങ്കിൽ പൊറാട്ടയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് തച്ചമ്പാറ പോകുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് വരാമല്ലോ പൊറാട്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യണേ. ഇനിയിപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ അമ്മ അടുപ്പത്ത് തന്നെ പിന്നെ അടുപ്പിൽ ചോറൊക്കെ വറുത്തിറക്കിയപ്പോൾ കുറച്ച് തീ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അങ്ങനെ കത്തിച്ചിട്ട് അമ്മ കായ നുറുക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേഗം ഒന്ന് കടുക് താളിക്കാലോ അത് വിചാരിച്ചിട്ടേ പച്ചമുളകും അതേപോലെ ചെറിയ ഉള്ളി അതെല്ലാം അമ്മ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കറിവേപ്പിലൊക്കെ എടുത്ത് കടുക് പൊട്ടിച്ച്
അതുപോലെ പെട്ടെന്ന് അത് ഇതാക്കാല് പറഞ്ഞിട്ട് അമ്മ മഴ ഇങ്ങനെ പുറത്ത് പെയ്യുമ്പോ അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് എന്നോട് ആലോചിച്ചിട്ട് പറയണേ. വനജ പ്രസവിച്ച് കിടക്കണ സമയത്തൊക്കെ നമ്മളൊരു ഷെഡിലാണ് താമസിച്ചായിരുന്നത്. അപ്പൊ ആ ഷെഡിൽ നിന്ന് തറവാട് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തറവാട്ട് വീട്ടിലാണ് അവള് കടന്നായിരുന്നത് പ്രസവിച്ചിട്ട്, മൂത്ത മോളെ. അപ്പൊ അവിടെ നിന്ന് അമ്മ ഷെഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ പെരും മഴയത്ത് ഇതുപോലെ ചീര കുത്തി ഒഴുകണ മഴയത്ത് അമ്മ അവിടെ നിന്ന് ഈ ചോറും എല്ലാം താങ്ങി പിടിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ അമ്മ ആ കാര്യം ഇങ്ങനെ പറയായിരുന്നു. ഞാൻ താളിച്ചിടുന്ന സമയത്ത് അതുപോലെ കാലൊക്കെ അളിഞ്ഞ് അങ്ങനെ മണലൊക്കെ തിന്ന് ആകെ കാല് നിലത്ത് വെക്കാൻ വയ്യാതെ ചോരയൊക്കെ ഒലിപ്പിച്ചിട്ട് അമ്മ നടന്നായിരുന്ന കാര്യമൊക്കെ അങ്ങനെ പറയാം. അതും ഇതും നോക്കുമ്പോ ഇത് എത്ര ആശ്വാസമാണെന്ന് പറഞ്ഞു വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയി ചോറൂണൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി കുട്ടിയുള്ളപ്പോ ഓരോന്ന് കൊണ്ടുവന്നിട്ടിട്ടേക്കേ കളിച്ചിട്ടും പെറുക്കി പിടിച്ചിട്ടിട്ടേ അതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ വേഗം പോയി കുളിച്ചു. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുപ്പത്ത്, പിന്നെ കനലുണ്ടായിരുന്നു, അത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളത്തിൽ ഞാൻ പോയിട്ട് കുളിച്ച് വേഗം വന്നു. പിന്നെ ഇല്ലെങ്കിൽ ഇന്ന് കുളി നടക്കുകയില്ല, മഴ കാരണം അങ്ങനെ തണുത്ത് തണുത്ത് മടിച്ച് അവിടെ നിൽക്കും. അപ്പൊ പിന്നെ വേഗം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ വെച്ചു. ചായക്ക് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ കടിയൊന്നുമില്ല. പിന്നെ റസ്ക് ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. അപ്പൊ അത് എടുത്ത് ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു. അമ്മ അതാ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് മഴയും കണ്ടിട്ടാണ് ചായ കുടിക്കണത്. ഇനിയിപ്പൊ അമ്മയ്ക്ക് കുളിക്കണം. കുട്ടി ഇനിയിപ്പോ രാത്രിയൊക്കെ ആവുമ്പോഴത്തേനെ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് TV ഒക്കെ കാണുന്ന സമയത്താണ് ഇതാ കുഞ്ഞാറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോഴും രാവിലെ നല്ല മഴ തന്നെ, രാത്രി നല്ല മഴ തന്നെ ആയിരുന്നു. അപ്പൊ അമ്മ കൊറേ ഇവിടെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ മുരടൊക്കെ ഇങ്ങനെ പൂവിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ മഴ കാരണം മണ്ണെല്ലാം കുത്തി ഒലിച്ച് താഴെ വീണ് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കുഴിച്ചിട്ട് അതിൽ കൂടെ കുറച്ചും കൂടി ഈ വെണ്ണീറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ അപ്പൊ പിന്നെ ഒന്നും കൂടി പെട്ടെന്ന് തല വയ്ക്കുമല്ലോ, പൂവിടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയിടുകയാണ് രാവിലെ അമ്മ. മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്നും പൂക്കും കായ്ക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ ഈ വെള്ളത്തിൽ കൂടെ മണ്ണിൽ കൂടെ കുത്തിയൊലിച്ചു പോകും. തോട്ടിലും തന്നെ നല്ല വെള്ളമാണ്. നമുക്ക് രാത്രിയൊന്നും ഉറക്കേയില്ല കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇങ്ങനെ നല്ല കനമഴ പെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. മഴ ഈശ്വര അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ച് കടന്ന് എപ്പോഴാ ഉറങ്ങിപ്പോണെന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ രാവിലെ മഴയുടെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയണീക്കും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഉറക്കപ്പത്തെ. പിന്നെ നമ്മുടെ വെള്ളച്ചിപ്പട്ടിയും കുട്ടി ഇതാ കുറച്ച് അമ്മ രാവിലെ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൊടുത്ത് അവരത് കഴിച്ചിട്ട് ഇതാ മുറ്റത്ത് കൂടെ കളിച്ചുകൊണ്ട് നടക്കാണ്. അമ്മ അപ്പോഴത്തേനും അലോവേര തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ കാനവെള്ളം വീണിട്ട് ഈ മരത്തത്തെ വെള്ളം വീണ് അതെല്ലാം നിലത്ത് വീണ് കിടക്കണു. അപ്പൊ പിന്നെ ഇനി അതിന്ന് എന്തായാലും അത് മാറ്റിയിട്ട് ഇനി ആ പാത്രത്തിൽ വെച്ചാൽ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിലെ എല്ലാ മണ്ണും എടുത്ത് പുറത്തിടുകയാണ്. നോക്കുമ്പോ അതിൽ നിറച്ചേര, നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ എര ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ എര. അപ്പൊ വേണമെങ്കിൽ മീൻ പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് തേനീച്ച ഇരിക്കുന്നുണ്ട്, ഈ മഴയത്ത് അതൊക്കെ പോയിട്ടുണ്ടോ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞില്ല, ഞാൻ രാവിലെ പോയി നോക്കി, തേനീച്ചക്കൂടൊക്കെ അതിലും വലുതായി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ തോടും വീടും തമ്മിലുള്ള ഗ്യാപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഗുഹ കാണുന്നുണ്ടോ, അത് കനാലിന്റെ അക്കര സൈഡിലേക്ക് പോകാനുള്ളത്. അതിന്റെ മുകളിൽ കൂടെ, ഈ കനാലിന്റെ മുകളിൽ കൂടെയാണ്, ഗുഹയുടെ മേളിക്കടെയാണ് നമുക്ക് കനാല് പോണത്. അപ്പൊ ആ ഗുഹയുടെ ഉള്ളിലാണ് പൊട്ടി നിൽക്കുന്നതൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കനാലിലും വെള്ളം, താഴെ മലവെള്ളം വരിക, എല്ലാം കൂടി ഒരു പേടിയാ. അതൊക്കെ കഴിഞ്ഞ് വന്നുതാ ഇന്നലെ കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ മഴ കുറവുള്ളതുകൊണ്ട് മഴ കുറച്ച് കമ്മിയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, അതൊക്കെ ഒന്ന് ഇട്ട് വെയിലെത്തിക്ക് ഇടാലോ വെച്ചിട്ട്. വെയിലില്ല, പക്ഷെ എന്നാലും അന്തരീക്ഷം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് വെലിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും ഉണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം വെളിക്ക് എടുത്തിട്ടിട്ട് പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു, കുറച്ച് തുണികളാട്ടോ അലക്കിയിടുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വെലിഞ്ഞു വരുന്നത് അങ്ങനെ അകത്ത് കൊണ്ടുപോയിടും. അകത്ത് ചെറിയൊരു അഴ കെട്ടിയിട്ടുണ്ട് റൂമിൽ കൂടെയൊക്കെ. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ അലക്കിയിടുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് പറഞ്ഞതെന്ന് ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് കേട്ടോ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കിംഗ് പറയുന്നത് നമ്മുടെ നാടൻ കുക്കിംഗ് ഒക്കെയാണ് കേട്ടോ, നമ്മുടെ വിഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ അതാ അടിച്ചുവാരലൊക്കെയാണ്. ഇവിടെ വഴുക്കല് കാരണം നിൽക്കണ നിപ്പിൽ എപ്പോഴാ വീഴെന്ന് പറയാൻ പറ്റില്ല.